ഇതിനകത്ത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കൂടി ആയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇതിൽ പങ്കാളിത്തമുണ്ട് എന്ന് ആക്ഷേപിക്കുമോ താങ്കൾ? ശ്രീ നിഷാദ്, അതിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ഒരു പോയിന്റ് പറയാൻ അവസരം തരണം. ഹസ്കർ സാറിനോടും അതുവഴി CPM-നോടുമാണ്. ദൈവത്തെ ഓർത്ത് ഇങ്ങനെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലെ കള്ളം പറയരുത്. വേണമെങ്കിൽ കുറച്ചുകൂടെ സ്വർണ്ണം അടിച്ചു മാറ്റിക്കോളൂ. ചരിത്രത്തെക്കുറിച്ച് അങ്ങനെ കള്ളം പറയരുത്. ഇത് കേരള ഗവൺമെന്റ് പബ്ലിഷ് ചെയ്ത 200 വർഷം മുമ്പുള്ള ബുക്കാണ്. മെമ്മോയർ ഓഫ് ദി സർവേ ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ സ്റ്റേറ്റ്സ്. അതായത് 1810 അല്ലെങ്കിൽ 16കളിൽ വാർഡും കോണറും എന്ന 2 ബ്രിട്ടീഷ് സൈനികർ തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെ സെൻസസ് എടുത്തു. അവരൊരു ജനുവരി 12 ശബരിമല വന്നു. ഞാൻ നിഷാദിന് അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ വായിച്ചിട്ടുണ്ട്. അതിൽ വാർഡും കോണറും പറയുന്നത് 200 വർഷം മുമ്പ് 10 മുതൽ 15,000 പേർ ശബരിമലയിൽ ഇന്ത്യയുടെ ഏറ്റവും അന്തർഭാഗങ്ങളിൽ നിന്ന് വന്നിരുന്നു. ഓർക്കുക, ഫ്രം ദി മോസ്റ്റ് റിമോട്ട് കോർണേഴ്സ് ഓഫ് ഇന്ത്യ. തിരുവിതാംകൂർ അല്ല, കേരളമല്ല, മദ്രാസ് പ്രസിഡൻസി അല്ല, ഇന്ത്യയുടെ ഏറ്റവും അന്തർഭാഗങ്ങളിൽ അന്ന്, അതായത് സ്റ്റീം എഞ്ചിൻ വേണ്ട രീതിയിലില്ല, കാൽനടയായിട്ടും അല്ലെങ്കിൽ കുതിരപ്പുറത്തും വണ്ടികൾ ഉണ്ടാവുന്നതിന് മുമ്പ് ശബരിമല വന്നിരുന്നു എന്ന് ബ്രിട്ടീഷുകാർ കണക്കായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ചന്ദ്രാനന്ദ സഖാവിന് വലിയ ബഹുമാനമാണ്. ഞങ്ങളുടെ വീട്ടുകാരോടൊക്കെ നല്ല ബന്ധമുള്ള ആളാണ്. ചന്ദ്രാനന്ദ സഖാവ് അയ്യപ്പ ജ്യോതി ഉണ്ടാക്കിയതിന് ശേഷമാണ് ശബരിമല ആൾക്കാരൊക്കെ വന്നു എന്ന് പറഞ്ഞാൽ ചന്ദ്രാനന്ദ സഖാവിനോടും അത് പാപമാണ്, അയ്യപ്പനോടും പാപമാണ്. യഥാർത്ഥത്തിൽ ശബരിമല കഴിഞ്ഞ 1000 വർഷങ്ങളായി ഇന്ത്യയിലെ ഏറ്റവും പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ടാണ് 1816 15,000-ഓളം ആൾക്കാർ വന്നു എന്ന് ബ്രിട്ടീഷുകാരുടെ രേഖ. അതും ഇന്ത്യയുടെ ഏറ്റവും അന്തർഭാഗങ്ങളിൽ. സ്വർണം കട്ടാലും കുഴപ്പമില്ല, ചരിത്രത്തിൽ വെള്ളം ചേർക്കേണ്ടത്. പ്രത്യേകിച്ച് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് ചരിത്രം വേണ്ട രീതി ബോധം പോലും ഇല്ല. ഇനിയും ഇത് നമ്മുടെ സംഘപരിവാർ സുഹൃത്തുക്കളെ തോപ്പിക്കുന്ന രീതിയിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ CPM-കാരുടെ ചന്ദ്രാനന്ദൻ സഖാവ് അയ്യപ്പ ജ്യോതി നടത്തിയോണ്ടാണെന്നൊക്കെ പറഞ്ഞ് കള്ളത്തരം പ്രചരിപ്പിച്ച ദൈവം അങ്ങോട്ട് പൊറുക്കില്ല. 2 ശബരിമലയിൽ എന്നും ആളുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് ഡോക്യുമെന്റഡ് ആണ്. അതായത് ഇത് ഏതെങ്കിലും CPM-ഓ BJP-യോ കോൺഗ്രസോ ഇറക്കുന്ന ക്യാപ്സൂൾ അല്ല. കേരള ഗവൺമെന്റ് 1994 പുനഃപ്രസിദ്ധീകരിക്കുന്ന ബ്രിട്ടീഷുകാരുടെ കാലത്തെ സെൻസസിന്റെ രേഖയും ഓർമ്മക്കുറിപ്പുകളുമാണ്. അതുകൊണ്ട് ശബരിമല ആള് വന്നത് CPM ഉണ്ടായിട്ടല്ല. ശബരിമലയിൽ 10,000 കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ത്യയുടെ ഏറ്റവും അന്തർഭാഗങ്ങളിൽ വന്നിരുന്നു. ഈ 2 നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ